ചിക്കൻ പിടിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഞങ്ങളുടെ ഓണം ഗെറ്റ് ടുഗദർ ആണ്. നമ്മളെ മടിക്കുട്ടി പറഞ്ഞ മാതിരി ഇന്ന് ഞങ്ങളുടെ ഓണം ഗെറ്റ് ടുഗദറാണ് കേട്ടോ. തിരുവോണത്തിൻ്റെ അന്ന് വൈകിട്ട് തന്നെയാണ് ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓണസദ്യയൊക്കെ കഴിഞ്ഞ് ഉണ്ട് ഉറങ്ങി എനിക്കതേ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ദേവിയമ്മയുടെ വീട്ടിലാണ് കേട്ടോ. ദേവിയമ്മയുടെ വീട്ടിലാണ് ഇന്നത്തെ ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തേക്കണത്. അപ്പോൾ പെട്ടെന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ട് കുറേ മെമ്പേഴ്സ് മിസ്സിങ് ഉണ്ട്. അപ്പോൾ ഉള്ളവരെ വെച്ച് നമ്മളൊരു ചെറിയ ഗെറ്റ് ടുഗദറാണ് പ്ലാൻ ചെയ്തത് കേട്ടോ. എല്ലാ തവണയും രണ്ടാം ഓണത്തിൻ്റെ അന്നാണ് വലിയ പരിപാടികളോടുകൂടി ഒരു ദിവസം മുഴുവൻ കാലത്തോട്ട് വൈകിട്ട് രാത്രി വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പരിപാടികളാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇത്തവണ അതേ നമ്മുടെ ഒരു ചെറിയ പരിപാടിയായി മാറിയിരിക്കുകയാണ്. ഇന്നത്തെ ഗെറ്റ് ടുഗദർ വൈകിട്ട് ഈവനിങ് ഒരു ഗെറ്റ് ടുഗദറാണ് കേട്ടോ. പക്ഷേ ഫുൾ എൻജോയ് ചെയ്തു കേട്ടോ നമ്മൾ. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കോഴിയും പിടിയാണ് കേട്ടോ. അപ്പോൾ അതും ദേവ്യമായി ഉണ്ടാക്കിയത് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അപ്പോൾ നമ്മളത് കഴിക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അപ്പോൾ കഴിക്കണതിന് മുമ്പ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഗെയിംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗെയിംസിലേക്ക് കിടക്കാം അല്ലേ. Okay, let's start. Rudragandhi. Sponsored by Kulamadi. Mr. Ambadi. Malayalam. അങ്ങനെ ഞങ്ങൾ ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ഗ്രൂപ്പുകളായിട്ട് ഞങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ എത്തിയത് അമ്പാടിയാണ്. അമ്പാടി അവിടെ നല്ല അഭിനയമൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്. അമ്പാടിക്ക് ശേഷം എത്തിയത് നമ്മുടെ MSM ഫാമിലിയിലെ അഭിനയ കുലപതിയായിട്ടുള്ള കണ്ണനാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണൻ്റെയും അമ്പാടിയുടെയും പിന്നെ ഓരോരുത്തരായിട്ട് അവരുടെ അഭിനയം കാഴ്ചവെക്കാൻ എത്തുന്നുണ്ട് കേട്ടോ. അല്ല നമ്മളൊക്കെ പറഞ്ഞു കുഞ്ചു കുഞ്ഞ് മോള് മകൾ അമ്മ കൊച്ച് കുഞ്ഞിന്റെ പേര് സഹോദരൻ കുഞ്ഞിന്റെ പേര് കഞ്ഞി
ഷീന ഷീലാമ സമയത്തിന് അമ്പത്തേഴായിട്ടാ കുട്ടനാടൻ കായലില്ലേ ഒറ്റവെള്ളം മതി കഴിഞ്ഞ എല്ലാം മാറ്റണം എല്ലാം എന്തോ നോക്കണേ കൃഷ്ണ പേര് അയ്യോ എന്തു ചുമക്കുന്ന കഴുത എന്താ ചുമക്കുന്ന കഴുത അയ്യോ വായ തുറക്കരുത് വായ തുറക്കരുത് ചേട്ടന് പറയാൻ പോണോ ഫസ്റ്റ് വാക്കണോ ഫസ്റ്റ് വാക്കണോ പറയാൻ പോണോ സാരില്ല കുഴപ്പമില്ല സാരില്ല ആശുവിച്ചൊരു പേരിന്റെ ആദ്യ അക്ഷരം ചെറുത് വലിയത് വലുത് ആകാശം ആകാശം അമ്പരം മഹാൻ വലുത് പാറ കല്ല് ആദ്യത്തെ വാക്ക് അക്ഷരം അക്ഷരം ആദ്യ അക്ഷരം നിങ്ങൾക്ക് ആളാണ് നിങ്ങളത് ചോദിച്ചു മേടിക്കണതാ സമയം സമയം കഴിയാറായിട്ട് അതെ ഇവിടെയൊക്കെ ദേവിമായി സമയായി വാസു 5 4 3 2 1 കഴിഞ്ഞു ടൈം ഔട്ട് ഇതിപ്പോ എന്നെ ഒന്ന് പതുക്കനെ ഒച്ചെടുക്കുക എന്തെടുക്കും ശബ്ദം കൊണ്ടെങ്കിൽ വെറുതെ വർഷം പോയതാണോ
അവർക്ക് ചോദിക്ക് ആരോടാ അനൂപിനോട് പ്രേമനോട്. ഓ ആ അവർക്ക് അങ്ങനെ നമ്മുടെ ഗെയിംസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഗെയിംസിൽ എൻ്റെ ടീം തന്നെയാണ് ജയിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഗെയിംസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ ഫുഡിങ്ങിലേക്ക് കഴിഞ്ഞു. എല്ലാവരും പിടിയും കോഴിക്കറിയും ഒക്കെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫുഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ വീണ്ടും വട്ടമേശ സമ്മേളനം തരുന്നുണ്ട്. ഇനി നമ്മൾ ഗെയിംസ് അല്ല കളിക്കണത്. ഇനി എല്ലാവരുടെ വകയും ഓണാശംസയും പിന്നെ അവരവരുടെ കഴിവുകൾ പുറത്തെടുക്കാനുള്ള സമയമാണ്. അപ്പോൾ എല്ലാവരുടെ വക ഓരോ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഇത്ര പെട്ടെന്ന് തന്നെ ഇങ്ങനെ കൂടാനൊക്കെ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം. ഓണക്കാലത്ത് നമ്മളെല്ലാവരും കൂടി ഒരു കൂട്ടായ്മയും കൂട്ടുകൂടലൊക്കെ പതിവുണ്ട്. അതെങ്ങനെ ഇല്ലാതെ ആവോ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നി തുടങ്ങി. കാരണം ആരും ഇതിനെ പറ്റി ഒന്നും പറയില്ല. ഒന്ന് കൂടാന്നോ അമ്പിയേക്ക് കൈമാറി. ഓണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടില് എല്ലാ കൊല്ലവും എല്ലാവരും അടുത്ത കൊല്ലം പറയും. നമ്മളിപ്പോ ആലോചിക്കുമ്പോ ഒരു 3-4 കൊല്ലം മുമ്പ് നമ്മളെല്ലാവരും കുറെ കോമ്പറ്റീഷനും അതൊക്കെ ആയിട്ട് അങ്ങനെ അത് വളരെ സാരില്ല. ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എത്ര ഷോർട്ട് നോട്ടീസ് ആയാലും ഒരു മിനിമം കോറ ഉണ്ടാവും. അത് ഭാഗ്യം അല്ലേ? അത്ര പേര് ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ, അതാണ് നമ്മുടെ സ്ട്രെങ്ത്. ബന്ധുബലം ആണ് നമ്മുടെ സ്ട്രെങ്ത്. ഞാൻ പറഞ്ഞു അതിനെന്താ ചേട്ടാ, നമുക്ക് വീട്ടിൽ നടത്താം, അവിടെ കസേരയൊക്കെ ഉണ്ട്, നമുക്ക് എല്ലാം അവിടെ അറേഞ്ച് ചെയ്യാം, ഒരു പ്രശ്നമില്ല, നമുക്ക് അവിടെ കൂടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ സുദീപിനോട് വീട് വന്നിട്ട് പറഞ്ഞു, സുദീപ് എന്താ സുദീപ് അപ്പൊ ഊണ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. ഇന്ന് വൈകുന്നേരം എല്ലാവരും ഇവിടെ ആട്ടോ. ആണോ? അതെ. അപ്പൊ പറഞ്ഞു അത് കുഴപ്പമില്ല, അതിനെന്താ കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, അതിനെന്താ ഒരു കുഴപ്പമില്ല. അപ്പൊ ഫുഡൊക്കെ എന്ത് ചെയ്യും, പുറത്തുനിന്ന് മേടിക്കണ്ട കേട്ടോ ശരി. അപ്പൊ ഞാൻ പറഞ്ഞു പങ്ങൾ പൂമഴ പെയ്തു കസ്തൂരി മലസരമേതോ അൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി ഗന്ധർവ സ്വരമാധുരി ഭൂമേനിയാകെ പൊൻകിരണം പോലെ എനിക്ക് എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ, അതായത് ഗിരിച്ചേൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും ഞാൻ റെസ്പെക്ട് ചെയ്യണു, സ്നേഹിക്കുന്നു. എൻ്റെ ജോലി ഭാരത്തിൻ്റെ ഇടയിൽ കുട്ടികൾ കുഞ്ഞുങ്ങളതിൻ്റെ ഇടയിൽ എനിക്ക് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാൻ ബഹുമാനിക്കുന്നു. ഏതമ്മമാരെയും നമ്മൾ സ്നേഹിക്കാൻ ബഹുമാനിക്കാനും പഠിക്കാന്നുള്ള കാര്യം കൂടി ഇന്നത്തെ തലമുറ മനസ്സിലാക്കണം. ഓണവില്ലിൻ തമ്പുരുമേട്ടം വീടാടി വീട് എന്നും എന്നും പൂക്കണി വിവരം വീടാണീ വീട് കൂട്ടുകുടുംബത്തിൻ കൂട്ടാനിന്നും അതിരില്ലിവിടെ പതിരില്ലിവിടെ കൊണ്ടാണെല്ലാരും ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട് എന്നും എന്നും പൂക്കണി വിടരും വീടാണീ വീട്. പോരെ? എല്ലാവിധ ഓണാശംസകളും ഞാൻ കലാപരിപാടിയൊന്നും അവതരിപ്പിക്കുന്നില്ല, കാരണം സുഖമില്ലാത്തതാണ്. എന്താ സുഖം? എന്താ സുഖം? ലിറിക്സ് എടുക്കട്ടെ. പുതിയ പാട്ടോ നീ? എന്റെ പൊന്നെ, ഏതാവോ? കോലം പോയിന്റെ തോടെ ഓണ
ഞാൻ എന്റെ 32 വയസ്സ് വരെ കാത്തിരിക്കുന്നു. நேரம் பேரு யாரும் ரசிக்கவில்லை இந்த கண்கள் மட்டும் உன்னை காணும் தென்றல் போகின்ற சோலை അല്ല ഇത് ഭയങ്കര മിഴിയോരം നനയുകയോ മനമെങ്ങോ ഒഴുകുകയോ ഒരു കൂട്ടം കഥകളുമായി ഇളം കാറ്റിൻ ഇടവഴിയിൽ ഒരു കാലം തിരികെ വരും ചെറുതൂവൽ ചിരി പകരും തലോടും താനേ കഥ തുടരും മിഴിയോരം നനയുകയോ മനമെങ്ങോ ഒഴുകുകയോ മാറുന്നില്ല വെറുതെ ഓണാശംസ പറഞ്ഞു. ഒരോട്ടൊന്നുമില്ലല്ലേ പ്ലീസ്. രുദ്രകാന്തിയുടെ അയ്യോ അതുപോലെ ഇപ്പൊ കണ്ണൻ ചേട്ടൻ പറഞ്ഞ പോലെ ഫാമിലി െത്തുമ്പോൾ അവിടെ ഒരു രസമെന്നോ അവിടെ കാവടിയുണ്ട് അവിടെ പായസപ്പുഴയുണ്ട് അവിടെ കാത്തൊരമ്മയിരിപ്പുണ്ട്. ഞാനാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ന്യൂവസ്റ്റ് മെമ്പർ പോലെ. അപ്പം എന്റെ വീട്ടിലൊക്കെ പറഞ്ഞാൽ ഞങ്ങള് ഭയങ്കര ന്യൂക്ലിയർ ഫാമിലിയാണ്. അച്ഛനാകെ ഒരു ചേട്ടനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വലിയ കാര്യമായിട്ടുള്ള ഓണാഘോഷം ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ നാട്ടിലുള്ള അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം അതൊക്കെ പണ്ട്. ഇപ്പം അങ്ങനത്തെ യാതൊന്നുമില്ല. നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കും, കഴിക്കും, അത്ര തന്നെ. അപ്പം ഇതൊരു ഭയങ്കര ന്യൂ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് പറഞ്ഞിട്ടാണ് അമ്പാടിന്ന് കല്യാണം കഴിച്ചത്. അങ്ങനെ കല്യാണം കഴിച്ച് വന്ന നമ്മുടെ വീട്ടിൽ ഇപ്പൊ അച്ഛമ്മയുടെ അടുത്ത ഓണാഘോഷം കാര്യം പറയുന്ന സമയത്ത് എടുത്തു പറഞ്ഞ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ആരും പറയാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഇല്ലല്ലേ മണിമുറ്റത്താവളിപ്പന്തൽ ഇവിടെ ആക്ച്വലി ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറ് പരിപാടിയാണ്. ഇപ്പഴല്ലേ അതായത് അച്ഛനും ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. വലിച്ചനും കുഞ്ചനും എന്തായാലും ഉണ്ടാവാറില്ല. അപ്പൊ എനിക്ക് ഓണം ഹാപ്പി മെമ്മറീസ് ഒക്കെ പറഞ്ഞ എല്ലാം അച്ഛമ്മയുടെ അവിടെയുള്ള ഓണമായിരുന്നു. അപ്പൊ അച്ഛനും അമ്മൂമ്മയുള്ള സമയത്ത് തന്നെ എനിക്ക് ഇവിടെ ആരും കൂട്ടില്ല. പിന്നെ അവിടെ വരുമ്പോ തന്നെ വേറൊരു വൈബാണ്, എല്ലാവരും ഉണ്ട്. അപ്പൊ അത് കാരണം തന്നെ വളരെ സന്തോഷം. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റമ്മയുടെ അവിടെ ഹാപ്പി. രണ്ടാം ഓണം ഓണ ദിവസം നമ്മൾ പോവും, എല്ലാവരെയും കാണും. രണ്ടാം ഓണമാണ് പിന്നെ നമ്മൾ അടിച്ചു പിടിക്കുന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മെമ്മറീസ് ആണ് അവിടെ ഉള്ളത്. അപ്പം
അതുകൊണ്ട് ഇങ്ങനെ ഓണം ഇങ്ങനെ കൂടാണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര തന്നെ ഒരു വിഷമം തന്നെയാണ്. ഭയങ്കര ലോൺലി, ആരും ഇല്ലാത്ത ഓണം അങ്ങനെയായിരുന്നു. അപ്പൊ ഇന്ന് എല്ലാവരും അങ്ങനെ ഒരു സജഷൻ പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇവിടെ കൂടാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പം പിന്നെന്താ, അപ്പൊ ഇന്നെന്റെ കല്യാണമാണ്. ബാക്കി എല്ലാരും പറഞ്ഞു ബാക്കിയായിട്ട് നടത്തി. അപ്പൊ ഞാനൊരു പാട്ട് പിന്നെയും പിന്നെയും ആരോഗ്യാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോഗ്യാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. ഞാൻ ഉദ്ദേശിച്ച വരികൾ ഇതായിരുന്നു. നിന്റെ പാട്ട് പട്ടി വരെ കരഞ്ഞു പോലെ. വേറെ പ്രാവശ്യം കൂടിയത് ആദ്യം ഒരു ഭക്തികാരം തന്നെ എനിക്കെന്ത് തന്നില്ല കൃഷ്ണ തുളസി കണ്ണിനു കണ്ണ കണ്ണേ ജാമ്പളക്കും എന്റെ എന്നെയാണ് ഉദ്ദേശിച്ചത്. ആരെയാ നടത്തിയേ? അങ്ങനെ ദേ നമ്മുടെ ഇക്കൊല്ലത്തെ ഓണാഘോഷം അടിച്ചു പൊളിച്ച് എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത കൊല്ലം നമുക്ക് വലിയ ഗംഭീരമായിട്ട് പണ്ടത്തെ പോലത്തെ ഓണാഘോഷമൊക്കെ ഉണ്ടാവട്ടെ എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് ഇത്തവണത്തെ ഓണാഘോഷം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ ടാറ്റാ.